ഹായ് ഗൈസ്, ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് CJP പ്രൊട്ടസ്റ്റും പിന്നെ അതിന്റെ അവസാനമായിട്ട് നമ്മുടെ യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് സക്സസ്ഫുൾ. എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. ഒരു റെവല്യൂഷണറി മൂവ്മെന്റ്സ്. ഈ 12 വർഷത്തിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ലടാ, ഇത് പലരും ഇത് എവിടെ വരെ പോകുമെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. പിള്ളേരല്ലേ എന്നുള്ള ഒരു ഇതില് ഇവർ ആദ്യം ഇതിനു മുമ്പ് ഫസ്റ്റ് ഒരു ഇതിനൊക്കെ മുമ്പ് ഈ പ്രൊട്ടസ്റ്റിനൊക്കെ മുമ്പ് ഫസ്റ്റ് കോക്രോച്ച് പാർട്ടിയുടെ ഒരു ഫസ്റ്റ് ഒരു യൂണിയനൊക്കെ വെച്ചപ്പോ എല്ലാരും പറഞ്ഞു അത് ഫസ്റ്റ് ദിവസം തന്നെ അത് അണഞ്ഞു തീർന്നു എന്ന് പറഞ്ഞായിരുന്നു. അന്നൊരു എഫക്റ്റ് ഉണ്ടായില്ല. പക്ഷെ ശക്തമായിട്ട് ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. CJP ഒരു ബേസിക്കലി സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ മറ്റേ ഒരു 4 ചുവരുകൾക്കിടയിൽ നിന്ന് നമ്മൾ സുപ്രീം കോടതിയിൽ ഒരു ഡയലോഗ് അടിച്ചതിന്റെ ബലത്തിലാണ് ഈ ഒരു എൻഡ് റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ CJP എന്ന് തന്നെ പാർട്ടി വന്നിട്ട് ഇവര് ഒരു CJP പാർട്ടി മെമ്പർ ആവാൻ എന്താ യോഗ്യത എന്ന് ചോദിച്ചതിൽ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. കുറച്ച് മാനിഫെസ്റ്റോ അല്ല, അത് വൻ കോമഡി സാധനം. നീ ലേസി ആയിക്കോ, നിനക്ക് ശാരീരികമായി നിനക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിനക്ക് ഭൗതികമായി ചെയ്യാനുള്ളൊരു ബോധം വേണം. പിന്നെ നടക്കുന്ന കാര്യത്തെപ്പറ്റി ഒരു നമ്മുടെ നാട്ടിൽ ചുറ്റും നടക്കുന്ന കാര്യത്തെപ്പറ്റി ഒരു ബോധം വേണം. അങ്ങനെ വളരെ ചെറിയ 4-5 പോയിന്റ്സ്. അതാണ് ഈ 5-6 പേര് ആദ്യം കൂടുന്നത്. അപ്പൊ നമ്മൾ മറ്റേ സ്ഥിരം അതെനിക്ക് തോന്നുന്നു മറ്റേ പുള്ളിക്കാരൻ ഈ മറ്റേ ആ ഒരു യൂത്തിനെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞ സാധനങ്ങളെല്ലാം ആ ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാരും പിന്നെ ഫസ്റ്റ് പോയിന്റ്, അതായത് ജോലി ഇല്ലാത്തവരാണ്. അതിനകത്ത് ഫസ്റ്റ് പുള്ളി പറയുന്നത് വെച്ചാൽ ഈ ജോലി ഇല്ലാത്തവരാണെങ്കിൽ തന്നെ നിനക്ക് താല്പര്യം ഇല്ലാണ്ട് പോകാത്തതാണോ, അല്ലെങ്കിൽ നിന്റെ ഗതികേട് കൊണ്ട് പോകാത്തതാണോ, അല്ലെങ്കിൽ സിസ്റ്റം കൊണ്ട് പോകാത്തതാണോ, അത് ഞങ്ങൾ ചോദിക്കില്ല. നിനക്ക് ജോലി ഉണ്ടോ ഇല്ലയോ. അപ്പൊ ഇങ്ങനെ കുറച്ച് ക്രൈറ്റീരിയസ് വെച്ചായിരിക്കുന്നത്. അപ്പൊ കുറച്ച് പേര് ഇങ്ങനെ വന്നു. അപ്പോഴും സ്റ്റിൽ ഞാൻ ആ സമയത്ത് ന്യൂസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോഴും ഞാൻ ആലോചിച്ച് ഇതൊക്കെ എന്തോ നടക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി സർക്കാസ്റ്റിക് ആയിരിക്കും, പ്യൂർലി സർക്കാസ്റ്റിക് ആയിട്ടൊന്നും. പിന്നെ ഇതിന്റെ ഔട്ട്കംസ് ഇങ്ങനെ പയ്യെ റേഞ്ച് കേറി ചീഫ് ജസ്റ്റിസ് പറഞ്ഞപ്പോഴേ ഒരു ഇമോഷൻ, നമുക്ക് ജോലി ഇല്ലാത്ത ആളാണ് അങ്ങനത്തെ രീതിയിൽ എന്ന് വെച്ചാൽ ഓൺലൈൻ ആയിട്ട് വാരിയർ പോലെ അങ്ങനത്തെ രീതിയിലാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് പുള്ളി ഈ പറഞ്ഞതിനെ കാട്ടിയും അഫക്റ്റ് ആയ വേറൊരു സാധനമുണ്ട്. കാര്യം അതിനകത്ത് പുള്ളി ഒരു ഡയലോഗ് കയറ്റുന്നുണ്ട്. കാര്യം കുറെ എണ്ണം വിവരാന്വേഷണമുണ്ട്, സോഷ്യൽ മീഡിയ വിവരാന്വേഷണകരായിട്ട് വർക്ക് ചെയ്യുന്നു. കാര്യം ഇന്ത്യൻ ഡെമോക്രസിയിലെ ഒരു സൂര്യ തേജസ് എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇൻഫോർമേഷൻ ആക്ട് വരുന്നത്. അതിനെ പുള്ളി ഇത്ര ലഘൂകരിച്ചാ പറയുന്നത്. ഒരു പണിയില്ലാത്തവരാണ് ഈ പരിപാടിക്കൊക്കെ പോണത്. അപ്പം അത് ഒരു ഇമോഷൻ, കോർ ഇമോഷൻ എന്തായാലും ഒരു ഇന്ത്യൻ യൂത്തിന്റെ നമ്മുടെ ഒരു ഇന്ത്യൻ യൂത്തിനെ വില കുറച്ച് കണ്ടു, വളരെ വില കുറച്ച്, വളരെ ചീഫ് ജസ്റ്റിസ് പറയുമ്പോ അതിന്റെ എഫക്ട് ഭയങ്കര വലുതാണ്. ഒരാള് പറയുന്ന പോലെയല്ല, ഇതൊരു ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ ജുഡീഷ്യറി ചെയ്യുമ്പോൾ നല്ല എഫക്ട് ആവും. ഇതിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ നമ്മള് ഇത്ര സംഘടിക്കാതിരുന്നേ. അല്ല, ഞാൻ ഒരു യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനം തന്നെ. അതായത് ഇതിനൊരു അവസരമായിട്ട് കിട്ടി. ഈ കോക്രോച്ച് പാർട്ടി ഉള്ളത് ഇതിനൊരു റീസൺ ആയി. ചിലപ്പോ ഇല്ലെങ്കിൽ തന്നെ പക്ഷെ ഇങ്ങനെ വരുമെന്നുള്ള, ഇങ്ങനെ ഇത്രയും ജനശ്രദ്ധ കിട്ടുമെന്ന്, ഈ സോഷ്യൽ മീഡിയ ഇത്രയും വൈറലാവും, 20 മില്യൺ ഫോളോവേഴ്സ് ആവുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോ ഒരു ഇപ്പം ഒരു BJP അല്ലെങ്കിൽ 4 വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു 8 വർഷം മുന്നേ ഒക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യൂല. അങ്ങനെ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരും കാണൂല. അല്ലടാ, ഇപ്പം 1 മില്യൺ ഫോളോവേഴ്സ് ഒരു പാർട്ടിക്ക് വരാൻ തന്നെ വർഷങ്ങൾ എടുക്കും ചിലപ്പോ. ഇത് ഒരു 20 മില്യൺ കൂട്ടായ്മ ആൾക്കാർ വന്നതിന് തന്നെ കുറെ. അല്ല, അഭിജിത്ത് എന്നതിന്റെ ഹെഡ് പുള്ളി ആം ആദ്മി പാർട്ടിന്റെ ഫോളോ ചെയ്യുന്ന പുള്ളി 3 വർഷം അതിന്റെ IT സെല്ലിൽ വർക്ക് ചെയ്യുന്ന പുള്ളി, സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു IT. അപ്പൊ പുള്ളിക്ക് ആ പൾസ് അറിയാം. അപ്പം ഈ ഒരു ടാഗ് ലൈൻ എല്ലാ മീഡിയാസിലും ഒരു ഷോർട്ട് ടേം പോലെ ജസ്റ്റ് ആയിട്ട് ഗ്ലിംസ് കണക്ക് വന്ന സാധനം ഒരു മീഡിയനെ ഏറ്റെടുത്തിട്ടൊന്നുമില്ല. സൂര്യകാന്ത്ജി ഇങ്ങനെ പറഞ്ഞു എന്ന്. വൺസ് ഈ CJP എന്ന് പറഞ്ഞ സാധനം പിൻ ചെയ്തപ്പോ തൊട്ടാണ് ഇതിന്റെ ഒരു ഇന്റൻസിറ്റി എത്രമാത്രമാണ് നമുക്ക് മനസ്സിലാവുന്ന പറയുന്നത്. കാര്യം നമ്മൾ തന്നെ ഒരാളാണ്, എന്നൊരു ഫീൽ നമുക്ക് വരും. അത് മാത്രല്ല, എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ വേറൊരു ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പോഴത്തെ കറണ്ട് പൊളിറ്റിക്സിനോടുള്ള ഒരു താല്പര്യം ഇല്ലായ്മയാണ് ഈ CJP എന്ന് പറയുന്ന സാധനം വന്നത്. കാര്യം BJP ഇല്ലെങ്കിൽ കോൺഗ്രസ്, നമ്മളിപ്പോ BJPക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോങ്ങിയാക്കുക അല്ലെങ്കിൽ കമ്മിയാക്കുക, അങ്ങനത്തെ ഒരു രീതിയിലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ എല്ലാവർക്കും. അപ്പൊ ഇത് ആൾക്കാർ നോക്കിയപ്പോൾ പുതിയൊരു സംഭവമാണ്. നമുക്കൊരു പാർട്ടി ഐഡിയേഷനും ഇല്ലാത്ത ഒരാൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് CJP എന്ന് പറയുന്നത്.
അങ്ങനെ കുറെ പേര് അതിൽ ജോയിൻ ചെയ്തു. ഇത് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് എല്ലാവർക്കും ഇത് പണിയാണ്. ഈ CJP പോലെ ഒരു സാധനമേ അത് പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ ഭരണപക്ഷത്തിനും അതുപോലെ തന്നെ ഒരേപോലെ. അതായത് ഇങ്ങനെ ഒരു സംഘടിക്കുക എന്ന് പറഞ്ഞാൽ ആര് ഭരിച്ചാലും പേടിക്കൂടോ. എന്തൊരു ഒരു ഇത് വന്നാലും ആൾക്കാരിങ്ങനെ സംഘടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരെ കൈ നിൽക്കില്ല. അതിപ്പോ ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ അവിടെ ഒരു കുറവാണ്. മോണോപോളി അല്ല, ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഏറ്റവും സ്ട്രെങ്ത് ആണ് ഈ യൂത്ത് വിങ് എന്ന് പറയുന്നത്, യൂത്ത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അത് അത്ര നല്ലതല്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും യൂത്തുകൾക്ക് വേറെ ഒന്നിലും കയറാൻ പറ്റാത്ത. പ്രതിപക്ഷത്തിനും നല്ല കുറവാണ്. ആ ഒരു ഇതില്ല, ഒരു യൂത്ത് വിങ്ങില് അത്ര ഒരു പ്രവർത്തനം ഇല്ല. അതല്ല, ഒരു ഡെമോക്രസിയില് ഒരു പ്രതിപക്ഷം ചോദിക്കാനും അത് ആൾക്കാരെ ഏറ്റെടുക്കാനും വിജയിപ്പിക്കാനും അത് വിജയിപ്പിക്കണ്ടേ? എടാ ശരിക്കും നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്, ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ നടന്നിട്ട് ശരിക്കും ഇത് മുമ്പോട്ട് കൊണ്ടുപോവേണ്ടിയിരുന്ന പ്രതിപക്ഷമായിരുന്നു ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ആദ്യമേ തുടങ്ങേണ്ടത്. പക്ഷെ ഇത് അവരല്ല ഇത് തുടങ്ങിയത്. അതാണ് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിപക്ഷത്തിനും ഇത് ഒരു കണക്കിന് നെഗറ്റീവാണ്. ഇപ്പൊ അവർക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് CJPക്കാണ്. പക്ഷെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇത് കോൺഗ്രസ് ഏറ്റെടുക്കായിരുന്നാണ് നല്ലത്. സപ്പോർട്ട് കൊടുത്ത് പക്ഷെ ആദ്യമേ ഇപ്പം ഈ ഒരു ഇത് ഏറ്റെടുക്കാതെ, പക്ഷേ ഏറ്റെടുത്തില്ലെങ്കിലും മറ്റേ ഇത് നീറ്റിന്റെ കാര്യമൊക്കെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് ഈ ഒരു ഇങ്ങനെ ഒരു മൂവ്മെന്റും ഇങ്ങനത്തെ ഇതൊരു വൻ സംഭവമാണ്. ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ ഉണ്ടാവൂലായിരുന്നു. ചിലപ്പോ മിക്കപ്പോഴും എപ്പോഴും ഈ കോൺഗ്രസ്സുകാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ള രീതിയിൽ മീഡിയക്കാരങ്ങ് ഈ ഒരു കേസ് വെച്ചിട്ടല്ലടാ, മൊത്തത്തില് തന്നെ ഒരു പ്രതിപക്ഷത്തിന്റെ എഫക്റ്റ് പലപ്പോഴും കുറവാണ്. എന്തെല്ലാം വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ഇളക്കി മറിക്കണ രീതിയിൽ ഒരു പ്രൊട്ടസ്റ്റിലോട്ടൊന്നും ഇതുവരെ പറഞ്ഞു. ഇപ്പൊ ഈ ഒരു ഡയലോഗ് അടിച്ചിട്ടും ആരും ഒന്നും പറഞ്ഞില്ല. ആരും അതിന് ജസ്റ്റ് ഗ്ലിംസ് കളഞ്ഞ് ഇങ്ങനെ പോയ കേസേ ഉള്ളൂ. പിന്നെ ഈ ഒരു സാധനം പയ്യെ ഇങ്ങനെ അതിന്റെ ഒരു സ്ട്രെങ്തൻ കയറി വരുന്ന സമയത്തും ഇനിഷ്യൽ കേസിൽ സെൻട്രൽ ഗവൺമെന്റ് മൈൻഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് കാര്യം അവര് ഏറ്റവും നല്ല സ്ട്രാറ്റജി, തൊട്ടാലല്ലേ പ്രശ്നമുള്ളൂ, അവര് വരും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് സോനം വാങ്ചുക്ക് വരുന്നു, പല സൈഡിൽ നിന്ന് സപ്പോർട്ട് വന്നപ്പോ കാര്യം പുള്ളി അത്രയും അതാണ് സംഭവം കേട്ടോ. അതിനു മുന്നേയും ഇതേപോലുള്ള ഒരു മറ്റേ എനിക്ക് തോന്നുന്നു ഏതോ ഒരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ റീജിയനിൽ എന്തോ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് പുള്ളി പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ അച്ഛനും നടത്തിയിട്ടുണ്ടായിരുന്നു പണ്ട്. നടത്തിയിട്ട് ഇന്ദിരാഗാന്ധിയാണ് അത് ഇതേപോലെ അവസാനിപ്പിച്ചത്. അങ്ങനെ പുള്ളിയുടെ പാരമ്പര്യമുണ്ട് ഈ ഇതാണ് കാര്യം. ഇത്രയും വലിയൊരു പിന്നെ 3 Idiotsന്റെ പുള്ളിയുടെ ആ ക്യാരക്ടറും കൂടെ ഉണ്ടല്ലോ. ആൾക്കാർ കാണുമ്പോഴേ എനിക്ക് എന്റെ എത്തിയത് ഇത് 3 Idiotsന്റെ ആളാണ്, ഇതിനെ ഇൻസ്പയർ ചെയ്താണ് ചെയ്തത്. 3 Idiotsഉം ഇതേപോലെ ഒരു എഡ്യൂക്കേഷന്റെ ഒരു മാർക്കും ആൾക്കാർ കോമ്പറ്റീഷൻ അല്ല, മാർക്ക് മാത്രമല്ല എക്സലൻസ് ആണ് നല്ലതെന്നുള്ള ഒരിതുണ്ട്. പക്ഷെ അതും കൂടെ കണ്ടിട്ടാണ് ആ ഒരു നിരാഹാര സമരവും. പിന്നെ ഒരുപാട് 20 ദിവസമായി പുള്ളിയെ കണ്ടാൽ തന്നെ അറിയാം നല്ല വീക്കായി. ആ ഒരു ഇമോഷൻ ഉണ്ട്. പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളി നല്ല വീക്കായി. പിന്നെ നമ്മൾ വിചാരിച്ചു ഇത് ഭരണപക്ഷം ഇടപെട്ടില്ലെങ്കിൽ പുള്ളി കുറച്ച് വീക്കായിട്ട് എന്തെങ്കിലും സംഭവിക്കൂലേ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഭരണപക്ഷം അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പക്ഷെ അവർ ഏറ്റവും സ്ട്രാറ്റജി അതാണ് കാര്യം. ചില കാര്യങ്ങൾ തൊടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതങ്ങനെ പാടിന് പോകും. കാര്യം മീഡിയ അറ്റൻഷൻ കൂടുതൽ വരത്തില്ല. പക്ഷെ പിന്നെ ഇവരുടെ പ്രൊട്ടസ്റ്റിംഗ് രീതി ഭയങ്കര കാര്യം. നമ്മളെ യൂത്തിന്റെ ഇടയിൽ പഴയ പോലെ മാസ് കാണിക്കുക അല്ലെങ്കിൽ അതായത് ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്, ഭയങ്കര ഒരു മറ്റേ വയലൻസിലോട്ടൊന്നും പോയിട്ടില്ല. ഇത് ശ്രദ്ധിച്ചാൽ എല്ലാവരും എൻജോയ്മെന്റ്. ശരിക്കും എന്താ പറയുക, ശരിക്കും ഈ പഴയ ഹിസ്റ്ററി ബുക്സിലൊക്കെ വായിച്ച കേൾവിയുള്ളൂ. കാര്യം ഫസ്റ്റ് INC ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷ് പറയും മാക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കും. സെയിം സിനാരിയോ തന്നെയാണ് ഇവിടെയും വന്നേക്കുന്നത്. ഇവര് ചെറിയ ആൾക്കാരെ കാര്യം നോക്കി പൊക്കോളും. പിന്നെ അവർ ഗ്യാദർ ചെയ്യുന്നു. പിന്നെ ഇവരെ പ്രൊട്ടസ്റ്റ് രീതി എന്ന് വെച്ചാൽ അവര് പാട്ട് പാടുക അല്ലെങ്കിൽ അവരെ രീതിയിലുള്ള സ്ലോഗൻസ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നിയാണ് കുറച്ചുകൂടെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ഭയങ്കര ഇതായി എന്ന് തോന്നുന്നു. കാര്യം ചിലപ്പോൾ
കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ അവരൊക്കെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നത് ഇത്രയും ക്രിയേറ്റീവ് ആവില്ല, ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങാനും കയ്യിലല്ലേ മൊത്തം ആൾക്കാരെ ഇറങ്ങാൻ പറ്റൂല. ഇവര് വന്നിട്ട് ഭയങ്കര ക്രിയേറ്റീവ് ആക്കി. മറ്റേ പോലീസുകാരായിട്ടുള്ള റീൽസ് കൊച്ചു പിള്ളേർ അവര് മറ്റേ ഭയങ്കര ജെൻസി സാധനം ട്രെൻഡായി ഇവിടെ വരണോന്ന് ആൾക്കാർക്ക് തോന്നുന്നു. അവിടെ അതൊരു ഫെസ്റ്റിവൽ പോലെയായ ആൾക്കാർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു രസമാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു വേറൊരു തിയറിയും വരാൻ തുടങ്ങി. കാര്യം വേറൊരു രീതിയിൽ ഫണ്ടഡ് ആണ്, ഇൻഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. അത് ഈ CJPയുടെ സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് കൂടുമ്പോ തന്നെ തുടങ്ങിയത്. ഇത്രയും ഇഷ്യൂ വന്ന് പോലീസ് ഭയങ്കരമായിട്ട് ലാത്തി ചാർജ് മാസീവ് ഈ ഇങ്ങനെ ഈ ഫോറിൻ ഫണ്ടഡ് ആണ്, പിന്നെ മറ്റേ ആന്റി നേഷണൽ ആണ്, ഇത് എപ്പോഴും പറയണ സാധനം തന്നെ. എന്ത് പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിലും അതിപ്പം രീതിയായി പോയി ബേസിക് സാധനം. പക്ഷെ ഇവരത് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല. കാര്യം ഇവര് ഒരു എന്താ ഹെഡ് പോണ വഴി തന്നെ മൊത്തത്തിൽ പോകുന്ന രീതിയിൽ ഇവർ മെയിൻലി പറഞ്ഞൊരു പോയിന്റ്സ് ഉണ്ട്. കാര്യം നിങ്ങൾക്ക് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യാം, പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ നീറ്റായിരിക്കണം ഫോക്കസ് പറയേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന സ്ലോഗൻസ് ഇൻകുലാബ് വിളിക്കാം, പിന്നെ ഭാരത് മാതാ കി ജയ് വിളിക്കാം, പിന്നെ ഇത് വളരെ അങ്ങനെ ചെറിയ 4-5 സാധനം, അതിൽ കൂടുതൽ വേറൊന്നും പറയാൻ പാടില്ല. ആ വാക്ക് അവിടെ പറയാൻ പാടില്ല. കുറച്ചും കൂടെ അറേഞ്ച് കോർഡിനേറ്റഡ് രണ്ടുപേര് അത്രയും നല്ല ഡിപ്ലോമ നല്ല സംസാരിക്കുന്ന അവർക്ക് കുറച്ചുകൂടെ ഈ പുറത്തുനിന്ന് പഠിച്ചവരാ, ഇത്തിരി കുറച്ച് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. വേറൊരിത് ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും രാവിലെ ഫുള്ള് ക്ലീൻ ചെയ്ത് റോഡ് ഫുള്ള് അവര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഏരിയ ഫുള്ള് ക്ലീൻ ചെയ്ത് ഒരു ഭയങ്കര ഒരു ഇതിലാണ് കൊണ്ടുപോയത്. റിതം മാറിയെന്ന് വെച്ചാൽ ഡൽഹിയിൽ ജന്തർ മന്ദിർ നടക്കുന്ന സാധനത്തിന്റെ എഫക്ട് എല്ലാ സ്റ്റേറ്റ്സിലും ബംഗാളില് കൽക്കട്ടയിലേക്ക് ഭയങ്കരമായിട്ടൊരു ഇത് ഉണ്ടായിരുന്നു. ഈവൻ കേരളത്തിൽ തന്നെ എന്തോരം നമ്മൾ കണ്ടതാ. ഇപ്പം അത്ര രീതിയിൽ കാര്യം കേരള CM വരെ പോയി, കാര്യം എല്ലാരും മറ്റേ സപ്പോർട്ട് എന്ന രീതിയിൽ ആ ലെവലിലോട്ട് മാറി. പിന്നെ മീഡിയക്കാര് അവർക്ക് പോകുമ്പോഴേ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അവരാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിരോധത്തിലാവണം. ഈ 12 വർഷത്തിൽ ആദ്യമായിട്ടാണ് പ്രതിരോധത്തിൽ. പുള്ളി ആദ്യത്തെ സമയത്ത് കുറെ പറഞ്ഞു ഇവരെന്തൊക്കെയാണ് മോശം അവിടെ കാണിക്കുന്നത്, ഫണ്ടിങ്ങിന്റെ കാര്യം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഫണ്ടിങ് പറഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞ റിസർവേഷന്റെ കാര്യവും അതൊന്നും നടന്നില്ല. റിസർവേഷൻ ഇട്ട് പിന്നെ ഫണ്ടിങ് ഇട്ട് പിന്നെ അങ്ങനെ ചില്ലറ കാര്യം പിന്നെ അങ്ങോട്ട് മൊത്തത്തിലൊന്നും. ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയതേ, ഈ ഒരു കേസിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന അത് BJP അല്ലെങ്കിൽ അത് അനുകൂല ആൾക്കാർക്ക് ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് വെളുപ്പിച്ചെടുക്കണമെന്നുണ്ട്, അതിനൊരു വകുപ്പും ഇല്ല എന്നുള്ള അവസ്ഥ. അതായത് ഇതിനെ പോസിറ്റീവായിട്ട് പറയാൻ എന്തെങ്കിലും വേണ്ടേ, അപ്പൊ പറയുന്നതാണ് മറ്റേ ഇത് ഫണ്ടിങ് വെളിയുന്നു, അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. പക്ഷെ അത് എനിക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ആന്റി നാഷണൽ സാധനങ്ങളില്ലേ, അത് കുറെയൊക്കെ ഇവരിങ്ങനെ ഈ എല്ലാ പരിപാടിക്കും ഈ ആന്റി നാഷണൽ സാധനം ഇട്ടിട്ട് ആൾക്കാർക്ക് മടുത്ത്. ഇപ്പൊ ചിലപ്പോ ഒരു 8 വർഷം മുന്നെയാണ് ഈ ഇങ്ങനെ ഒരു സമരം നടക്കുന്നത്. അന്ന് ആന്റി നാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളാണെങ്കിൽ പോലും ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം കാണൂല, നമ്മൾ അന്ന് ചിന്തി. അതൊരു കാര്യം ആ സമയത്തിന്റെ ഒരു ഇതും കൂടെ. ഇപ്പൊ ഈ 12 വർഷം ഒരു ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സാധനം ആൾക്കാർക്ക് അത് പേടിയില്ല. ഇപ്പം നമ്മള് നടന്മാരോ അങ്ങനെ പ്രതികരിക്കുമ്പോ ആന്റി നാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറെ പേര് ഒരു മോബ് ഇറങ്ങും. പക്ഷെ അവർക്കൊരു പേടിയായിരിക്കും, എന്നെ അങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഈ പിള്ളേർക്ക് അതൊരു പേടിയില്ല, പിള്ളേർക്ക് ഒരു പേടിയില്ല. മനസ്സിലായി, സ്ലോഗൻ സെറ്റ് അല്ലേ. കുറച്ച് ഇവര് മറ്റേ ഒരു റീലിലുണ്ട് മറ്റേ ചൈന ഷിങ്പിങ്ങിനെ വിളിച്ചിട്ട് പട്ടാളക്കാരാണ്, മാറി നിക്കാം, അവരാണ്, ഒരു പ്രശ്നമില്ല, അത് ശരിക്കും പിന്നെ ഒപ്പോസിഷൻ നിൽക്കുന്നവർക്ക് ഒരു ഇത് വരും. കാര്യം ഇത് കാണുമ്പോഴേ. പിന്നെ അമേരിക്കൻ ഫണ്ടെന്നും പറഞ്ഞു US പഠിച്ചത് എന്തുവാ അഭിഷേക് തന്നെ പുള്ളി. അപ്പൊ അതിന്റെ ഒരു അവർക്ക് പേടിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് അത് ലോജിക്കലി അത് നിലനിൽക്കണ അല്ലെന്നും പിന്നെ അവർക്ക് പേടിയില്ല. ചാപ്പ കുത്തിയാലും അവർക്ക് പേടിയില്ല.
ചത്താലി ഇറങ്ങൂല, ഒറ്റ അടമൻസി. അതാണ്, വേറെ ഒന്നുമല്ല. പിന്നെ എങ്ങനെ ED പേടിയുണ്ടോ? ഇല്ല, അതെന്തൊരു പേടി? ചത്താലി ഇറങ്ങൂല. ഇഡിയെ പേടിക്കേണ്ടവരെല്ലാരും അത് മാറ്റി സ്റ്റേറ്റ്മെന്റ് ഇറങ്ങി. കാര്യം അമീർ ഖാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടായിരുന്നു. അമീർ ഖാൻ മറ്റേ സോനം മാഷുകടി യാതൊരു ബന്ധമില്ല അത്. പക്ഷെ മറ്റങ്ങനെ പറഞ്ഞു, മറ്റേ സൈലൻസർ ഇല്ലേ, ആ പുള്ളി വാങ്ങിച്ചോക്കിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. പിന്നെ ഇതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയത് ഈ ഇവരുടെ ഈ ഈ പോലീസുകാരുടെ ഈ മർദ്ദനമുണ്ട്, അതിലാണ് കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് എല്ലാരും നെയിം ടാഗ് ഒന്നും ഇല്ലാതെ പോലീസാണോ അല്ലേന്ന് പോലും ഉറപ്പില്ലാത്ത രീതിയില്, പിന്നെ ലാത്തിയില് ആണിയൊക്കെ അടിച്ചിട്ട്. എന്നിട്ട് ആ RPF-ന്റെ ആ ഒരു ഉദ്യോഗസ്ഥ ഉണ്ട്, ആ പുള്ളിക്കാരി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സിമിലർ ടു CJ, മറ്റേ നമ്മുടെ ചീഫ് ജസ്റ്റിസിന്റെ സ്റ്റേറ്റ്മെന്റ് കണക്കാണ്. ഒരു പണിയില്ലാതെ കുറെ എണ്ണം വന്നിട്ടുണ്ട്. അതിനുശേഷം വേറൊരു സംഭവം കണ്ടോ, ഈ ഇതിന്റെ പോലീസിന്റെ അട്രോസിറ്റീസ് ഇത് കോടതിയിൽ കാണിച്ചപ്പോ പറഞ്ഞു ഇതൊന്നും കണ്ട് അത് നമ്മളെ ഡെമോക്രസി ഒരു ഇഷ്യൂ കൊണ്ടുണ്ട്. കാര്യം ഡെമോക്രസിയിലായാലും നമ്മൾ ഇതിനകത്ത് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രിവലന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഹെഡ് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. ഇപ്പൊ നമ്മളൊരു കോടതിയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ചുമ്മാ 2 ഹോൺ അടിച്ചെന്ന് വെച്ചോ, അത് പുള്ളി ജഡ്ജി കേട്ടെന്ന് വെച്ചോ, പുള്ളി ഇറങ്ങിയെന്ന് ഫൈൻ തരും. ഒരു ഇത് ജുഡീഷ്യറിയിലുള്ള ഒരാള് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്ന സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു അത് കാലാകാലങ്ങളിൽ. അതല്ല, ഇപ്പം നെയിം പ്ലേറ്റ് എന്ന് പറഞ്ഞില്ലേ, അതൊന്നും വലിയ സീരിയസ് ആയിട്ട് അങ്ങനെ കണ്ടില്ല. നെയിം പ്ലേറ്റ് ഇല്ലെങ്കിൽ ആർക്ക് വേണോ ഒന്ന് അടിച്ചിട്ട് പോയാൽ പോരെ, ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലല്ലോ. അല്ലേ സപ്പോർട്ടേഴ്സിന് ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഇത്രയും തീവ്രമായിട്ടുള്ള ആൾക്കാർ വീണ്ടും വരൂല, അതുകൊണ്ട് വരൂലേ? അല്ല ശരിക്കും അവര് ചിലപ്പോ കൊല്ല വരെ ചെയ്യൂലേ ആൾക്കാർ. ഇപ്പൊ ചില സിനിമയൊക്കെ കാണുമ്പോ കിട്ടുന്ന ഒരു കിക്ക് വരുമല്ലോ. ഇപ്പം രംഗദേവസന്ധി കണ്ടിട്ടുണ്ടോ? അത് അതുമായിട്ട് സിമിലർ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് സാധനം. 10-25 കൊല്ലം മുമ്പ് ഇറങ്ങിയ പടമാണ്. അപ്പൊ ഇതിനകത്തുള്ള പല സാധനങ്ങളും ഇപ്പൊ ഇതിനകത്ത് മറ്റേ പിള്ളേരെ അടിച്ച് ഭണ്ടാരടക്കുന്ന സാധനമുണ്ട്. ഒരു എന്ന് വെച്ചാൽ പോലീസിന് ഫുൾ റൈറ്റ്സ്, നിങ്ങൾ എന്ത് വേണോ ചെയ്തു. പക്ഷെ അത് ആ അടി വാങ്ങിച്ച രീതിയും അത് എനിക്ക് തോന്നുന്നു ഈ ജനറേഷന്റെയും കൂടെ ഒരു പ്രത്യേക കാര്യം. ഇവർ ഇത്ര ക്രിയേറ്റീവ് ആയാലും ഇത്ര ജെൻസീനൊക്കെ ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ജനറേഷനാണ്. എന്നിട്ടും അവര് ഈ അടി വാങ്ങിക്കുന്നവരൊന്നും അവർക്കൊരു പേടിയില്ല. അവര് പോലീസുകാര് മറ്റേ ബങ്കറിൽ അവരെ കയറ്റിക്കൊണ്ട് പോയി, ബാക്കി ആ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് കൂട്ടത്തോടെ അവര് മടുത്ത് ഈ ഒരു ഇപ്പൊ പണ്ടാണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കണം അങ്ങനെയൊക്കെ. പക്ഷെ മൊത്തത്തിൽ അവര് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന മറ്റേ വീട്ടുകാര് മാത്രമേ കാണൂ. മറ്റേ ഏത് കുടുംബത്തിലാണെന്ന് അറിയാലോ. ആ ഒരു റൂട്ടിലാണ് പേർലിമാണി പറഞ്ഞത്, മക്കളെ എല്ലാരും അടിയിട്ടും വീട്ടിൽ പോണം. ഈ അടിയുടെ സമയത്താണ് കുറെ ആൾക്കാർ കുറച്ചുകൂടെ നമുക്ക് എക്സ്പോസ്ഡും ഈ സാധാരണ ആൾക്കാർക്ക് കുറച്ചുകൂടെ അവിടെ അവര് നിന്ന് അടി വാങ്ങിക്കുന്ന അത്ര ശരിയല്ല, ഇങ്ങനെ അടിക്കുന്നത് ശരിയല്ല, ജസ്റ്റിസ് എന്നുള്ള ഇമോഷൻ വരുവാടാ. നമുക്കൊരു ഇമോഷൻ വരും. ഇത്രയും എന്ന് വെച്ചാൽ ഇത് സാധാരണ ഇതല്ല, ഒരു 20 കുട്ടികൾ മരിച്ചു, ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് അവർ അടി വാങ്ങുന്നത്. 20 കുട്ടികൾ മരിച്ചു, പിന്നെ ബാക്കിയുള്ളവർക്ക് ഇവര് ഈ പ്രധാൻ രാജിവെക്കണം, അതൊക്കെയാണ് ഇവരെ കോസ്. അതിനു വേണ്ടിയാണ് ഒരു പാർട്ടിയിലും പെടാത്ത ആൾക്കാര് കുറെ കുട്ടികൾ അടി കൊള്ളണം, അതും ബ്രൂട്ടലായിട്ട് അടി കൊള്ളണം. ഇതൊരു കോസ് ആണെന്നേ ഉള്ളൂ, ബാക്കി ഒരുപാട് സാധനം ഉണ്ട് എഫക്ട്. അവര് നിന്ന് വാങ്ങുന്നേ നിന്ന് വാങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും മനക്കരുത്തുണ്ടെങ്കിൽ പറ്റൂല. കാരണം വേദന, ലാസ്റ്റിന്റെ വേദന ഭയങ്കര വേദനയില്ല. ഇത് അടി കൊടുക്കുന്നതിനെക്കാട്ടിയും ഭയങ്കര കപ്പാസിറ്റിയാണ് അടി വാങ്ങിക്കുന്നത്. ബാക്കിയുള്ള ജനറേഷനിൽ നിന്ന് ഭയങ്കര സപ്പോർട്ട് അവർക്ക് കിട്ടി, ഒരുപാട് ഭയങ്കര രീതിയിൽ സപ്പോർട്ട് കിട്ടി. അതായത് മറ്റേ ഈ അവർക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കൊടുക്കുന്നു, അവർക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യണം, അതെങ്കിലും ഹോസ്പിറ്റൽ സെറ്റപ്പ്, ഒരു സ്ഥലത്ത് ഹോസ്പിറ്റൽ സെറ്റപ്പ്, ഫുഡിന്റെ കാര്യം നിങ്ങൾ പേടിക്കേണ്ട ഒന്നും. അവര് എനിക്കൊന്നൊരു വില്ലേജ് ലീഗൽ ഇഷ്യൂ പക്ഷെ വേറൊരു ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് അവർക്കൊരു ഫെയിലിയർ ആണെങ്കിലും അവരിപ്പോഴെങ്കിലും അത് ചെയ്തില്ലായിരുന്നു. ഇതല്ലെങ്കിൽ
എമർജൻസിയിലോട്ട് പോയത്. പിന്നെ കയ്യിൽ പോകണം. എല്ലാ ഇപ്പം രാജസ്ഥാനിൽ നിന്നൊക്കെ ഒരു ആ ടീംസ് വന്ന് വരുന്നു, എല്ലാ സൈഡിൽ നിന്നും പഞ്ചാബീസ് വരുന്നു, വേറെ ലെവലിലോട്ട് കൈവിട്ട് വരും. നാഷണൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം. പിന്നെ കുറച്ച് ചിലപ്പോൾ പറയാമല്ലോ, കുറെ നാളുകൾ ഇങ്ങനെ ഈ അരക്ഷിതാവസ്ഥ കൂടുമ്പോഴത്തേക്കും ചില ആന്റി നാഷണൽ എലമെന്റ്സും വരും. ഇവരുടെ കൂട്ടത്തിൽ വന്നതല്ല, ഇങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ കുറച്ച് ഭയങ്കര എക്സ്ട്രീം ഇങ്ങനെ വരുന്നവരെല്ലാം ഈ ഒരു ചാപ്പ കുത്താറാണ് പതിവ് ബേസിക്കലി. ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്, വരും, ശരിയാണ്. പക്ഷെ ഈ നമ്മളെ ഇവരെ ഈ അടി വാങ്ങിച്ച സമയത്തും ഈ ഇതുവരും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പേളിമാണിയുടെ പോസ്റ്റ് ഇട്ടത് ഉപരിവർഗത്തിന്റെ അത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണോ പറയുമെന്ന്. നീറ്റ് പോലുള്ള ഒരു എക്സാം ഒരു ഉപരിവർഗത്തിന്റെ അല്ലെങ്കിൽ സാബു മോനാണ് അത് ഭയങ്കര ഒരു മോശം. അതായത് നീറ്റ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം തന്നെ ആ ഒരു എക്സാം എഴുതി പാസ്സായ ഉപരിവർഗത്തിന് മാത്രം റിസർവ് ചെയ്ത എക്സാം അല്ല. 18 വയസ്സ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ സയൻസ് പഠിച്ച് ഏത് കുട്ടിക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എക്സാം എഴുതി പാസ്സാവുന്ന പറഞ്ഞ പൈസ ഇല്ലാത്തവരുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ എത്ര പൈസ കൊടുക്കണം ഡൊണേഷൻ, വ്യത്യസ്തനാവാൻ വേണ്ടി പറഞ്ഞു. വ്യത്യസ്തനാവാനും കുറച്ച് ഇത് ശ്രദ്ധ കിട്ടാനും അങ്ങനെ ശ്രദ്ധ പോലും കിട്ടിയില്ല. അത് പുള്ളി എന്തിനാ, പുള്ളി കുറച്ച് പാവപ്പെട്ടവര് എന്ന് അയാൾ അങ്ങനെയാണ് പറഞ്ഞത്. പാവപ്പെട്ടവര് അവിടെ കിടന്ന് പറഞ്ഞിട്ട് ഇവരാരും ഒന്നും വന്നില്ലല്ലോ. ഈ വാട്ടർ ബോട്ടിസം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ. പണ്ട് കർഷകരുടെ സമരത്തിന് ഇത്രയും ഇത്, അവർക്ക് സമരത്തിന് ചിലപ്പോ അത് അത്രയും സോഷ്യൽ മീഡിയയിൽ അത്രയും ഇതേപോലെ ആയി കാണൂല. പക്ഷെ ഈ ഒരു സമയം എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം ഈ 12 വർഷം എന്ന് പറയുന്നത് ഗ്യാപ്പ് സത്യം ഒരു നെക്സ്റ്റ് ജനറേഷൻ ആണ്. 10 കൊല്ലം എന്ന് പറയുന്ന അടുത്ത ജനറേഷൻ. നമ്മുടെ ജനറേഷനിലൊന്നും ചെയ്തില്ല. അല്ല, നമ്മൾ ഇതിന്റെ മറ്റേ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മളെ ജനറേഷനിലാണ് ആക്ച്വലി ഈ ഒരു ട്രാൻസിഷൻ കണ്ടത്. ഈ UPA ഗവൺമെന്റിൽ നിന്നുള്ള BJP. കാര്യം ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോഴേ അതുകൊണ്ടാണ് ഇതായത്. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു കെടുകാര്യസ്ഥത, അന്നത്തെ ആ ഒരു സാധനം, പിന്നെ ഇവര് വന്നപ്പോഴത്തെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഒരു സംഭവം. വേറൊരു കാര്യമുണ്ടോ, ഈ UPA ഗവൺമെന്റിന്റെ രാഷ്ട്രീയ സമയത്ത് നമ്മൾ എല്ലാരും ആഗ്രഹിച്ചു ഇവര് മാറണം. കാര്യം ഒരു മൻമോഹൻ സിംഗ് ഡമ്മി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും. ഒരുപാട് അഴിമതി ആ കോമൺവെൽത്ത് എല്ലാരും പ്രതീക്ഷിച്ചിരുന്നതാ. ഇവര് പോണില്ല, ഇവര് പോകുന്നില്ല. ഇവർക്കൊരു ശക്തമായിട്ടുള്ള ഒരു എതിരാളി ഇല്ല. ഇവർ ചെയ്യുന്ന കുറ്റങ്ങളൊന്നും ആരും ചോദിക്കുന്നില്ല. പിന്നെ ഒരു ഫാസിസമായിട്ട് മാറി. ഇതിന്റെ ഇപ്പോഴത്തെ ഇതിന്റെ ഏറ്റവും പ്രശ്നം സെക്യുലറിസം പോയി. സെക്യുലറിസം പോയി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, ഒരു ഹിന്ദു സ്റ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു കൺസേണിങ് ആണ്. അതാണ് കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത്. അത് തിരിച്ചാരും ചോദിക്കുന്നില്ല. പക്ഷെ അത് ഈ പറഞ്ഞ സാധനം ബ്രെയിൻ ഫീഡ് ആയി പോകുന്ന ഒരു ജനറേഷൻ ചോദിച്ചവർക്കൊക്കെ ചാപ്പൊത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് ഈ പറഞ്ഞ ജെൻസി എന്ന് പറഞ്ഞ സാധനം ഡിഫറെന്റ് ആവുന്ന കാര്യം. ഈ ബാക്കി എല്ലാരെയും ഫീഡ് ചെയ്ത് വിടുക, ഇങ്ങനെയാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്, ഇവരുടെ അടുത്ത് പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ്. പ്രൊട്ടസ്റ്റിന് ഒരുപാട് പേര് പാരന്റ്സ് BJP ആയിട്ടുള്ള ഒരുപാട് പേര് ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറയുന്നുണ്ട് പാരന്റ്സിനെ അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ജെൻസിക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ 2024-23 സിമിലർ കേസസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പോലീസ് കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പല കേസുകളും പറയുന്നുണ്ട് ഇപ്പൊ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഈ ഇടയ്ക്ക് മറ്റേ CBSEന്റെ വെബ്സൈറ്റിനകത്തൊരു ഇഷ്യൂ വന്നു. അപ്പൊ അതിനകത്തൊരു +2 കഴിഞ്ഞ ഒരു പയ്യൻ അവൻ NCERTക്ക് അയച്ചു കൊടുക്കുകയാണ്, മെസ്സേജ് ചെയ്യാണ്, നിങ്ങളതിനകത്ത് ഇഷ്യൂ ഉണ്ട്, ഇത് മാറ്റണം. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി, ഇവിടെ ഒരു കുഴപ്പവും ഇല്ല, പ്രശ്നമൊന്നുമില്ല അവന്റെ സ്റ്റേറ്റ്മെന്റ്. ഇവൻ കയറി വീണ്ടും അവനെ കയറി ആക്കിയിട്ട് അണ്ണാ പ്രശ്നമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവൻ എന്നെ ബഗ് കണ്ടുപിടിച്ചിട്ട് അവന്റെ മാർക്കിനെ തിരുത്താന്നല്ലേ, ചെയ്തില്ല. അങ്ങനെയല്ല, അവനെ മറ്റേ പാകിസ്ഥാൻ പാകിസ്ഥാനാക്കി ഫസ്റ്റ് സാധനം പാകിസ്ഥാനി. ഇപ്പൊ നീറ്റിന്റെ ടോപ്പർമാര് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഓക്കെ, ഭയങ്കര ഫെയർ ആയിട്ട് ഗവൺമെന്റിനെ പൊക്കിയെടുക്കുക.
ഫസ്റ്റ് കിട്ടിയ പുള്ളി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്ത് വിവരത്തോടെ ആ പയ്യൻ പറയുന്നത്, അവന് കൂടിപ്പോ 20 വയസ്സ് കാണും, അല്ലെങ്കിൽ 19-18 വയസ്സ് മാക്സിമം. അവൻ പറയുന്ന കാര്യമുണ്ട്, കാര്യം ഡെമോക്രസിയിൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞ ആവശ്യമുള്ള സാധനമാണ്, അവിഭാജ്യ ഘടകമെന്നാണ്. മറ്റേ സെക്കൻഡ് റാങ്ക് കിട്ടിയ പുള്ളി പറയുന്നത് എന്തുവാ, ഇത് എന്തിനാ കുഞ്ഞു മക്കളെ പഠിച്ചൂടെ. സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് പ്രിവിലേജിൽ നിന്നിട്ടാണ് അവർ. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും അത് കാണിക്കുന്നത് എന്തോ, നമ്മളെ യൂത്തിന്റെ നമ്മളെ ഇടയിലുള്ള 2 സെക്ടർ ഓഫ് തിങ്കിങ് ഉള്ള ആൾക്കാരാ ശരിക്കും റെപ്രസെന്റേറ്റീവ് ആയിട്ട് തന്നെ കറക്റ്റാ പിന്നെ അയക്കുന്നത്. ഫസ്റ്റ് ഇതിനകത്ത് നമുക്കൊക്കെ ഇപ്പം പുറത്തുനിന്നുള്ളൊരു വ്യൂ അല്ലേ ഉള്ളൂ. ഈ ശരിക്കും നീറ്റിന് വേണ്ടി ഡൈഹാർഡായിട്ട് 1-2 വർഷമൊക്കെ മറ്റേ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയി ഇതിനു വേണ്ടി പഠിച്ച് ആ എക്സാം എഴുതി മറ്റേ കഴിയുമ്പോൾ അറിയാമല്ലോ, റിസൾട്ട് നോക്കുമ്പോൾ നല്ലൊരു റാങ്കിനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ മനസ്സൊന്ന് ആലോചിച്ച് നോക്ക്, അവർ ഹാപ്പിയാണ്, പാരൻസ് ഹാപ്പിയാണ്. ആ ഒരു സെറ്റ് ഇതിൽ നിന്ന് ഒരു ദിവസം സിമ്പിൾ ആയിട്ട് ഇത് ഹാക്ക് ചെയ്യപ്പെട്ടു. ഇവിടെ പൈസ കൊടുത്താ പേപ്പർ വാങ്ങിക്കാന്ന്, എന്നിട്ട് പേപ്പർ വാങ്ങിച്ച് പൊട്ടി. ശരിക്കും നമ്മൾ ഈ നീറ്റ് മാത്രമേ ഒരു സൈഡിൽ കൂടെ കാണുന്നുള്ളൂടാ. ഇപ്പം SSC പോലുള്ള എക്സാംസ് ഉണ്ട്, റെയിൽവേ പോലത്തെ എക്സാം ഉണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഏജൻസി വഴി ഇവര് എമൗണ്ട് പേയ്മെന്റ് ആയിട്ട് ആൾക്കാരെ ഒരുപാട് പെനിട്രേറ്റ് ആവുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് ഒക്കെ ഇറങ്ങുന്ന സാധനം. കാര്യം ഇവർ ചെന്ന് കയറുമ്പം പർട്ടിക്കുലർ ഏജൻസിയിലുള്ളവർക്ക് ഒരുമിച്ച് അവർക്ക് സീറ്റ് കിട്ടുന്നു, അവർക്ക് ഏതാണ്ട് ഒരേ മാർക്ക് കിട്ടുന്നു. ഈ SSC പോലെ CGL ഒക്കെ 2020, 2018, 2019 ആ സമയത്തൊക്കെ പല സമയത്ത് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ എക്സാം മാറ്റി വയ്ക്കുന്നതല്ല, റീവാല്യൂഷൻ കേൾക്കുക, അല്ലെങ്കിൽ ഫുള്ളി ആ ലിസ്റ്റിന്റെ വ്യത്യാസം വരെ, ഇങ്ങനെ പല സാധനങ്ങളും നടക്കുന്നുണ്ട്. നീറ്റ് പോലൊരു എക്സാമിന് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ബാക്കിയുള്ളതിനൊക്കെ എന്തായാലും നടക്കുന്നുണ്ട്. നീറ്റ് എന്ന് പറയുമ്പോ അത്രയും ഇതുവരെ കേരളത്തിലും ബാക്കി സ്റ്റേറ്റിലൊക്കെ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടിരുന്ന സാധനമാണ് അവർ നീറ്റിൽ കൊണ്ടുവന്ന്. തമിഴ്നാട് ഇപ്പം സ്റ്റേറ്റ് എക്സാം ആക്കാൻ പോകുന്നു, അവർക്ക് പേഴ്സണലി അറിയുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഡിഗ്രി കഴിഞ്ഞതാ. ഡിഗ്രി കഴിഞ്ഞിട്ട് പുള്ളിക്കാർക്ക് ജോലിക്ക് പോവാം. പക്ഷെ പുള്ളിക്കാരി കൊച്ചിനുള്ള ആഗ്രഹം, പുള്ളിക്ക് ഇത് മെഡിസിൻ ഒന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ വീട്ടുകാരെല്ലാം കൺവിൻസ് ചെയ്ത് പുള്ളിക്കാരി ഇത്തവണ അപ്ലൈ ചെയ്തു. പുള്ളിക്കാരി ഒന്നാമത് വീട്ടുകാരെ ഈ സ്ട്രെസ്, ഇത്രയും വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് ഇറങ്ങിയാണ്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം പിഞ്ചിയിട്ട് എക്സാമിന് പോകുന്നു, എക്സാം മാറ്റി വെക്കുന്നു. അപ്പൊ ആ പുള്ളിക്കാരി ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ള പുള്ളിക്കാരി കാട്ടി ഒത്തിരി യങ്ങായിട്ടുള്ള ആൾക്കാർ, അത്രയും തീവ്രമായിട്ട് പഠിക്കുന്നത് 2 വർഷം 3 വർഷം ഇരുന്ന് പഠിക്കുന്ന ആൾക്ക്, അത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ആൾക്കും നല്ലൊരു മാർക്ക് കിട്ടിയാൽ തന്നെ നല്ല റാങ്ക് കിട്ടണമെന്നില്ല, അവര് ഡോക്ടർ ആവണമെന്നില്ല. അപ്പോഴങ്ങനെ ഒരു അത്രയും കോമ്പറ്റീഷൻ ഉള്ള ആൾക്ക് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഫെയർ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ എങ്കിലും കൊടുക്കണ്ടേ. പിന്നെ ഇത് കിട്ടിയില്ലെങ്കിൽ, ഇപ്പൊ ഫെയർ കിട്ടിയില്ലെങ്കിൽ അവർക്ക് കിട്ടാത്ത ആൾക്കാർക്കും മാനസികമായിട്ട് വിഷമം വരും. പക്ഷെ എന്നിട്ടും ആ ഫെയറിന്, അത് ഫെയർ ഉണ്ടെങ്കിൽ അവിടെ പിന്നെ ഓക്കെ. പക്ഷെ അൺഫെയർ ആണെങ്കിൽ അവർ അനുഭവിക്കുന്ന ഒരു മരിച്ചവര് പോലെ അവരുടെ ഫാമിലിയുടെ പ്രഷറോ അങ്ങനെ ഒന്നും കൊണ്ടല്ല, അവർക്ക് ഈ സാധനം ഫേസ് ചെയ്യണമല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടിലാണ്. പിന്നെ വേറെ നമുക്ക് തന്നെ അറിയണം, നമ്മളൊരു എക്സാമിന് അത്രയും ഡൈഹാർഡായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതി കഴിഞ്ഞിട്ടേ ആൾക്കാർ പിന്നെ ഒരു തവണ പരീക്ഷ എഴുതിയാൽ പോലെ സിമ്പിൾ അല്ല. ചിലപ്പോ ഈ ഫസ്റ്റ് ഫേസ് എഴുതിയ ഒരുപാട് പേർക്ക് ചിലപ്പോൾ എളുപ്പമായിരിക്കും. കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പിന്നെ എഴുതാടാ, കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പിന്നെ എഴുതാം. ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും പരീക്ഷ ശരിക്കും എക്സാം എന്ന് വെച്ചാൽ ആ മൊമെന്റ് ഭയങ്കര ഒരു ഫാക്ടറാണ്. ആ ഇരിക്കുന്ന 1 മണിക്കൂറോ 2 മണിക്കൂറോ ആ മൊമെന്റിൽ നമ്മൾ ഭയങ്കരമായിട്ട് എത്ര പഠിച്ചിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ആ മൊമെന്റിൽ അത്രയും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കുക. ഇപ്പൊ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആ മൊമെന്റ് നമ്മൾ വേറെ എന്തോ ആണെങ്കിൽ തീർന്നു, ഒരു കാര്യമില്ല. അപ്പൊ അത്രയും സാധനം നോച്ചായിട്ട് കഴിഞ്ഞിട്ടാണ് അവർ ഇറങ്ങുന്നത്. പിന്നെ അവരോട് വീണ്ടും പറയണത് വീണ്ടും പോയി ഇതേക്കങ്ങ് പോയി അയക്കും. അപ്പം ഭയങ്കര പ്രശ്നമുള്ള കേസ്. എന്തായാലും ഇതൊരു റെവല്യൂഷണറി, ചിലപ്പം ഹിസ്റ്ററി ബുക്കിൽ ഭാവിയിൽ കയറാൻ സാധ്യതയുള്ളത്. ഞാൻ പറഞ്ഞതേ പണ്ടത്തെ ഈ ചൈനീസ് റെവല്യൂഷൻ അല്ലെങ്കിൽ അതുപോലത്തെ റെവല്യൂഷൻസിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് തുടക്കം ഒരു സാധനം ഉണ്ടോ, അതെല്ലാം സിമ്പിൾ പരിപാടി, സിമ്പിൾ അത് തന്നെയല്ല, ചെറിയ ഒരു ഇവന്റിൽ നിന്നായിരിക്കും ഇതിന്റെ എല്ലാം സ്റ്റാർട്ടിങ്. എല്ലാത്തിനും ചൈനീസ് റെവല്യൂഷനിലൊക്കെ ഒരു സിമ്പിളായിട്ട് ഒരു നോൺ വയലന്റ് മാർച്ചിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് ഓരോന്ന് തുടങ്ങി. അതുപോലെ ഭാവിയിൽ മേ ബി ചിലപ്പോ ഇനി വരാൻ പോകുന്ന ഒരു വലിയ ജനറേഷൻ ചിലപ്പോ ഇത് പഠിച്ചെന്ന് വരാം. ഓ ഇപ്പൊ ഇല്ലെന്നല്ലേ ഉള്ളൂ, ഭാവിയിൽ ഇതിന്റെ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇവര് ട്രീറ്റ് ചെയ്ത് ഇപ്പൊ പ്രധാന രാജിവെച്ചു ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ അത് സോഫ്റ്റ് ആക്കി.
സോഫ്റ്റ് ആക്കി. അത് ഇത് രാജിവെച്ചിട്ടില്ലായിരുന്നേ ചിലപ്പോ നീ പറഞ്ഞ പോലെ ഹിസ്റ്ററി ബുക്കിലൊക്കെ ചിലപ്പോ വന്നു പോയത്. പക്ഷെ ഇപ്പൊ എനിക്ക് ആർക്കും മനസ്സിലായി കേട്ടോ. അതല്ലടാ, അത് ഗവൺമെന്റ് പ്രതിരോധത്തിലായപ്പോഴേ ഒരു പ്രതീക്ഷയാണ്. പുള്ളി എനിക്ക് സന്തോഷമായി. എനിക്ക് പിന്നീട് അവസാനമായപ്പോ ലൈവ് വന്ന് 12 വർഷമായിട്ട് ഇത് ഇല്ലായിരുന്നു. ആരും ചോദ്യം ചോദിക്കുന്നില്ല. അത് അത്രയ്ക്ക് സൗണ്ട് അല്ല, വോയിസ് ഒന്നും അത്ര സൗണ്ട് അല്ല. അപ്പൊ ഇത് അവര് പ്രതിരോധത്തിലായി. ഇനി രണ്ടാവശ്യമെങ്കിലും അംഗീകരിച്ചാലും എനിക്കൊരു സന്തോഷ. കാരണം അതെങ്കിലും ഒരു ഡെമോക്രസി ആൾക്കാർ കുറച്ചൊരു തിരിച്ചറിഞ്ഞല്ലോ. ഇതിനകത്ത് ഇവർ രണ്ടുപേരും റെപ്രസെന്റേറ്റീവ് CJP മറ്റേ നദ്ദ പുള്ളിനെ കാണാൻ പോയി. പക്ഷെ ഭയങ്കര ക്ലിയർ ആൻഡ് കട്ടായിട്ട് ഇവര് സംസാരിക്കുന്നവരോട്. കാര്യം ഇവര് വിചാരിച്ച് വന്ന് വിളിച്ച് മോനെ മക്കളെ വിളിച്ച് ഒതുക്കാന്ന്. അത് ഈ ഇവര് സമ്മതിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ ഈ മീഡിയാസ് ഉണ്ടല്ലോ, മീഡിയാസ് വന്ന് നമ്മള് പല ഇതിലും കണ്ടിട്ടുള്ള മീഡിയാസിന്റെ എങ്ങനെയാണ് നമ്മളെ മൊറാല് തകർക്കുന്നതെന്നുള്ള ഇവര് കൃത്യമായിട്ട് അവർ പഠിച്ചു വെച്ചിട്ട് അവര് സംസാരിച്ചു. അവരുടെ അടുത്ത് ഒരു NCERT നീറ്റിന്റെ ഫുൾ ഫോം വഹിക്കും. ഇങ്ങനെ നീറ്റിന്റെ ഫുൾ ഫോം, ഓരോന്നിന്റെ ഫുൾ ഫോം വഹിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ആൾക്കാരാണ് ഇവിടെ വരണേ. ഇപ്പൊ എന്താണ് ഇപ്പൊ അത് പറഞ്ഞു ക്രെഡിബിലിറ്റി നമ്മളെ വെറുപ്പിക്കുക. ആ ഒരു സാധനം അത് ഒരു കൃത്യമായിട്ട് പഠിച്ചിട്ട് കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും. നമ്മുടെ ജനറേഷന് ചിലര് ഇതിന്റെ ഇടയിലും കുറെ ഫേക്ക് നോട്ട്സ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കുറെ പേര് ഫേക്ക് നോട്ട്സ് ആയിട്ട് എത്തിപ്പെട്ടിട്ടുണ്ട്. എത്തിപ്പെടുമായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് പേർക്ക് സ്പേസും കൊടുക്കും. ഇവര് എന്നെ ചിലപ്പോൾ ഈ മീഡിയാസ് തന്നെ കണ്ടുപിടിച്ച് സ്പേസ് കൊടുക്കും. അതും ഇതും കൂടെ കമ്പയർ ചെയ്യും, മനസ്സിലാവും. ശരിക്കും സത്യം. അത് കമ്പയർ ചെയ്യാതെ മറ്റേ ഈ സാധനം മാത്രം ഇത് കണ്ടോ. ഇപ്പം ഈ ഒരു സംഭവത്തിൽ മറ്റേ ഒരാൾ വയനാട്ടിൽ നിന്ന് വന്ന ഒരാളുടെ എടുത്തില്ലേ, അത് മനോരമയല്ലേ ഇട്ടത്? മനോരമ ഇടാൻ പാടില്ലാത്ത ഒരു സാധനമാണ് അത്. അല്ല, സ്പേസ് കൊടുക്കാൻ പാടില്ല. അവൻ പറയണത് മണ്ടത്തനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവൻ പറയുന്ന പൊട്ടത്തന സപ്പോർട്ട് ചെയ്യാൻ ശരിക്കും മീഡിയ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ഇപ്പൊ വേറൊരു ഇത് ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ആ ഒരു സോഷ്യലി നിൽക്കുന്ന ആൾക്കാർ എന്ത് ഇവന്റ് ഉണ്ടെങ്കിൽ അതിനൊരു റെസ്പോൺസ് കൊടുക്കണം എന്നുള്ളൊരു നിർബന്ധമായിട്ട് വന്നിരിക്കണം അല്ലേ? അതില് പേർലിമാണിയാണ് അടിപൊളിയായിട്ട് വിട്ടത്. പേർലിമാണി വിട്ടു, ഈ മേജർ രവി വിട്ടു. മേജർ രവി പെടലല്ല, പുള്ളിക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പുള്ളിയുടെ ഉണ്ടെന്നുള്ളത് കാണിക്കാൻ മോഹൻലാൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് പുള്ളിയുടെ അടുത്ത് വീടിന്റെ മുമ്പില് പ്രതിഷേധം. വെറും മേജർ രവിയുടെ എനിക്ക് കൊള്ളാം. അത് മോഹൻലാലിന്റെ അവിടുത്തെ സ്പോർട്സ് പേഴ്സൺ ആണെന്ന് തോന്നുന്നു. ഡിസൈഡ് ചെയ്യുന്നത് പുള്ളിക്കാരിക്ക് ഒരു രാഷ്ട്രീയ ബോധമില്ല, അങ്ങനത്തെ രീതിയിലാണ് പുള്ളി. എനിക്ക് ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ ഈ പുള്ളിയാണ് എമ്പുരാനും ഇതേപോലെ മോഹൻലാലിനെ കൊണ്ട് മാപ്പ് റയിപ്പിച്ചു. ഇപ്പതാ ഇത് അല്ലല്ല, മോഹൻലാലിന്റെ ഇന്റർവ്യൂ ഉണ്ടാ തന്നെ അറിയാം പുള്ളി മക്കളുടെ അടുത്ത് അദ്ദേഹം എന്നൊക്കെയാണ് നല്ല റെസ്പെക്ട് കൊടുത്താണ്. അദ്ദേഹത്തിന് അതാണ് താല്പര്യം. അങ്ങനത്തെ രീതിയിലാണ് പുള്ളി സംസാരിക്കണേ തന്നെ. അപ്പോഴാണ് മേജർ റിവ്യൂ വന്ന് അതൊരു PTA മീറ്റിംഗ് പോലെ അങ്ങനെ ഒന്ന് പറയുന്നത്. അല്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ആവശ്യകത, അങ്ങനെ ഇപ്പം പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത് ഫോളോ ചെയ്യാത്ത ഒരാളെ കൊണ്ട് അതിന്റെ അഭിപ്രായം പറയിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എല്ലാരും വന്ന് ചോദിക്കും അതിനെപ്പറ്റി എന്താണ്. സെലിബ്രിറ്റികളെ ഇങ്ങനെ ഒന്ന് ചോദിച്ച് അവർക്ക് ആത്മാർത്ഥം ഇല്ലാതെ പ്രതികരിപ്പിക്കണം. പേർലിമാണിയുടെ ഫുൾ പോസ്റ്റ് വായിച്ച അതിൽ തന്നെ അവള് പറയുന്നുണ്ട്, ഒരുപാട് പേര് എന്റെ അടുത്ത് ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലേ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ പറയണത്. സൈലന്റ് ആവണതും ഒരു അവകാശമാണോ? മിണ്ടാതിരിക്കണത് കുറച്ചുകൂടെ നല്ല. അവര് വിചാരിച്ചെന്ന് വെച്ചാൽ ആരെയും വെറുപ്പിക്കണ്ട. അല്ല ശരിക്കും ചോദിക്കട്ടോ, ന്യൂട്രാലിറ്റി ഇപ്പൊ ഇവരെല്ലാരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അവരുടെ പ്രസൻസ് എപ്പോഴും കാണിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഒരു വലിയ ഇവന്റ് നടക്കുമ്പോ അവര് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കളയുമെന്ന് തോന്നുന്നു. ശരിക്കും ഒരു സോഷ്യലി റെസ്പോൺസിബിൾ അല്ലേ? സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ റെസ്പോൺസിബിലിറ്റി. ഞാൻ പറയണ ഇപ്പം വഴിയിൽ കൂടെ പോകുമ്പോ പോയി ചോദിക്കണത് സമ്മതിച്ചാൽ അത് വേണമെങ്കിൽ പറയാം. അപ്പൊ പുള്ളി പറയാൻ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ഇഷ്ടമാണ്, ഓക്കെ സമ്മതിച്ചു. പക്ഷെ ഇപ്പൊ ഈ പോസ്റ്റ് ഇടുക ഇത് ഇടുക അവര്
ഇവര് ഈ ലൈവില് നിക്കാന്ന് പറയുന്ന സാധനം സാധാരണ ആൾക്കാരെയും കൂടെ നോക്കിയിട്ടല്ല. അതല്ല, പേർലി മാണിയുടെ വേ ഓഫ് വ്ളോഗിങ്ങും ബാക്കി കാര്യങ്ങളോ അവർക്കൊരു ഒരു തരം ഇതുണ്ടല്ലോ, ഓഡിയൻസ്, ആ ഒരു എന്റർടൈൻമെന്റ് ആ ഒരു രീതി. അതുകൊണ്ട് ഇത് പറയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പുള്ളിക്കാരെ അത് ആദ്യമായിട്ടല്ലേ അവരിങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഒരു ഇതിന് അഭിപ്രായം പറയണ എന്റെ ഒരു ഇതിന് ഫസ്റ്റ് ടൈമാണ്. അതില്ല, വേണമെങ്കിൽ പറയാൻ അവർക്ക് റിമെയിൻ ടു സൈലന്റ് ആയിട്ട് നിൽക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ആ ഒരു സൈലന്റ് ആയിട്ട് നിൽക്കണം, നമുക്ക് ഹെൽത്തി ആയിട്ട് വിമർശിക്കാം. എന്ത് സൈലന്റ് ആയിട്ട് ഇരുന്നാലും അതിനെ വിമർശനം സഹിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും അവരിട്ടത്. വിമർശനം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴവര് ബാലൻസ് ചെയ്താണ് അവരിട്ടത്. ചിലപ്പോൾ അതൊരു ഒരു PR ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ അതില് ലാസ്റ്റത്തെ പേജൊക്കെ വായിച്ച മേ ബി നാളെ ഇത് മാറിയേക്കാം. ഇന്നത്തെ ഇവന്റ്സ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞേക്കാം. ഫുള്ള് ബാലൻസിങ്. അല്ലാത്ത ബാലൻസിങ്. പിന്നെ വേറൊരു കാര്യം, എല്ലാരും വീട്ടിൽ പോവുക, ഫാമിലിയുടെ അടുത്ത് പോവുക എന്ന് വെച്ചാൽ മക്കളെ ഇങ്ങനെ അടി കൂടരുത് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ലൈഫ് കളഞ്ഞിട്ട് ചെയ്യരുത് എന്ന് വെച്ചാൽ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ മുമ്പുള്ളവർ വിചാരിച്ച നമുക്ക് അന്ന് അത്രയും ബ്രിട്ടീഷുകാരാണ് എന്നെങ്കിലും പറയും. ഇത് റെസ്പോൺസിബിൾ ആയിട്ട് ഒരു ഗവൺമെന്റ് ആണെന്നെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഇരിക്കുകയാണ്. അപ്പോഴ് ഗവൺമെന്റുമായിട്ട് അടി കൂടരുത്, നമ്മളെ ജീവൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗവൺമെന്റിന്റെ പ്രശ്നം. അല്ല, ബ്രിട്ടീഷുകാരാണെങ്കിൽ അന്ന് ഗവൺമെന്റ് അവരാ, അന്നത്തെ ആന്റി നാഷണൽ അവരൊക്കെ. പക്ഷെ ഇന്ന് ഡെമോക്രസി ആന്റി നാഷണൽ വേറൊരു എക്സ്റ്റേണൽ ഒരു എലമെന്റ് ആണ് ഭരിക്കുന്നത്. ഇപ്പൊ എക്സ്റ്റേണൽ അല്ല, നമ്മുടെ നാട്ടില് നമ്മളായിട്ട് എലക്ട് ചെയ്ത് നമ്മളായി കൊണ്ടുവന്ന റെപ്രസെന്റേറ്റീവ്സ് ആണ് ഭരിക്കുന്നത്. അതിൽ ഒരു കോമഡി ഫാക്ടർ ഉണ്ട്. കാര്യം ഈ ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷ ബേസ്ഡ് ആണല്ലോ. പുള്ളി മെയിൻ സ്ട്രീമിലോട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇതേണക്ക് ഒരു ചോദ്യ പേപ്പറിന്റെ കേസ് വെച്ചിട്ടാ ന്യൂസ് കണ്ടു. ഏതോ ഒരു സമരം ചെയ്തിട്ടാണ് കയറിയത്. അപ്പൊ പുള്ളി ഇപ്പൊ ഇറങ്ങുന്നതും തിരിച്ച്. അല്ല, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ ഗവൺമെന്റ് അവര് മുമ്പോട്ട് അങ്ങനെ മൊത്തത്തിൽ കൊളാക്കാതെ അങ്ങ് നീട്ടാതെ അവര് കുറെ കാര്യങ്ങൾ ഒതുങ്ങി. അല്ലടാ, ഇത് നമ്മളിങ്ങനെ പറയണെങ്കിലേ ഈ BJP നമ്മളെ ഗവൺമെന്റ് നല്ല രീതിയിൽ ഇതിനെ പഠിക്കുന്നുണ്ട്. ഈ ഇതിനെ ഈ മോഡിയുടെ ആ വീഡിയോ തന്നെ അതിന്റെ എക്സാമ്പിൾ ആണ്. അങ്ങനെ ഒരു ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തില് മോഡി ക്യാമറ ആംഗിൾ വെച്ചത് തന്നെ ഇന്റൻഷ്യലി ആണ്. ഈ ക്യാമറ ആംഗിളെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഞാൻ ക്യാമറ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന പോലെയാണ്. ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ വേണ്ടി. അല്ല, പുള്ളി ഇതും പറഞ്ഞിട്ടുണ്ട്, ഈ മന്ത്രിമാരൊക്കെ ഇനി ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് നേഷൻസില് ജെൻസി റെവല്യൂഷൻ ആൾക്കാർക്ക് പേടിയാണ്. ശരിക്കും ഗവൺമെന്റ് പേടിക്കുന്നുണ്ട്. മനസ്സിലാക്കി റീൽ എന്ന് പറഞ്ഞ സാധനം മാത്രമല്ല, ഇങ്ങനെ നിൽക്കുന്നവര് ഉറപ്പായിട്ട്. കാര്യം ഇവരെ അടിക്കാൻ വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസിനെ ഇറക്കി. ഈ നിൽക്കുന്നവര് മനുഷ്യന്മാരാണ് പോലീസുകാർ. എത്രയെന്നും പറഞ്ഞ് ഇറക്കാം ഇവര് പോലീസുകാർ. പോലീസ് ഇവർക്കും കുറച്ചാൾക്ക് ഇങ്ങനെ അടിക്കുന്ന എത്ര മനുഷ്യനല്ലേ. മനുഷ്യ സത്യം അടിച്ചു കഴിയുമ്പോ ഇവരെ സൈഡിൽ നിന്ന് റിയാക്റ്റീവ് ഫോഴ്സ് ഒരു രീതിക്ക് വരട്ടെ. ഇത് അങ്ങനെയല്ല. ഇവര് ചെയ്യുന്ന റിയാക്ഷൻ കൂടിപ്പോയാലേ ഒരാളങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു കലാപത്തിൽ മാറാൻ ചാൻസ് ഉണ്ട്. അതവൻ ഒരു എമർജൻസി ലെവലിലോട്ട് പോയനെ സാധനം. അതിന്റെ ഒരു എന്തായാലും ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ അത് ഒതുക്കി തീർത്ത്. പക്ഷേ ഡെമോക്രസി ഒരു വിജയം, ഡെമോക്രസിയുടെ ഒരു വിജയം നേഷനിൽ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയാണ്. എന്ന് വെച്ചാൽ ആൾക്കാർ 12 വർഷമായിട്ട് മറന്നിരിക്കുന്ന ഒരു സംഭവം, ഒരാള് ഒരു രാജിവെക്കുന്നത്, അക്കൗണ്ടബിലിറ്റി എടുത്ത് രാജിവെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു വിഷയം ചെറുതല്ലെന്ന് ആൾക്കാർക്ക് ബോധ്യപ്പെടുത്തി. ഇത് ചോദ്യം ചോദിക്കേണ്ടതാണെന്ന് ബോധ്യപ്പെടുത്തി. ഒരു 10-120 വർഷം പാരമ്പര്യമുള്ള ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഒപ്പോസിഷൻ പാർട്ടി ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലത്താണ് പെട്ടെന്ന് ഒരു സാധനത്തിന് ഇമീഡിയറ്റ് കോസ് വരുന്നു. നിയർലി ഒരു 1.5 മാസം. പക്ഷെ എനിക്ക് അത് തോന്നിയെന്ന് ഈ പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ ഉണ്ടല്ലോ, അവരുടെയും കൂടെ ഇൻഫ്ലുവൻസും കൂടെ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവര് ഈ ഒരു അവസാനം വന്ന സമയത്ത് ഇവർക്ക് ഒരു മീഡിയ അറ്റൻഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അത് ആ കറക്റ്റ് സമയത്ത് തന്നെയാണ് അവർ നിർത്തിയത്. നമ്മുടെ കൂടുതൽ സ്കോർ കൂടുതൽ സ്കോർ ചെയ്യാൻ സമ്മതിച്ചില്ല. അതാ അവര് കയറി വന്ന് അതൊരു സ്ട്രാറ്റജിയും കൂടെ സ്ട്രാറ്റജിയാണ്. അത് ഒരു സ്ട്രാറ്റജിയാണ്. കാര്യം അത് മറ്റേ രാഹുൽ ഗാന്ധിനെ വലിച്ചഴിച്ചുകൊണ്ട് പോകണമെന്നും പ്രിയങ്ക ഗാന്ധിനെ ബാക്ക് ഷോട്ട് കണ്ടു. അല്ല, ഒരു ഹീറോയുടെ അതെ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളി വിചാരിച്ചു ഇനിയിപ്പോ എന്തായാലും അടിക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഇത് സോൾവ് ആക്കിയിട്ട് CJPയുടെ വിജയം എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. കോൺഗ്രസിന്റെ വിജയം സ്റ്റഡി ചെയ്താണ്. കോൺഗ്രസ് അവിടെ വേണം. കാര്യം ഇങ്ങനെ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒപ്പോസിഷൻ അവിടെ ചിലപ്പോൾ സ്കോർ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് അറിയുമ്പോ ചില സാധനങ്ങൾ തീരുമാനം. പക്ഷേ കോൺഗ്രസിന്റെ കൂടെ ഒരു പരാജയമാണ് കോൺഗ്രസിന്റെ പരാജയോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു എല്ലാരും മറ്റേ ജനപിന്തുണ എത്തിയതിനു ശേഷമാണ് അവര് ഇല്ലെങ്കിൽ അവർക്ക് വന്നില്ലെങ്കിൽ ഇവരെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ആലോചിക്കുകയാണ് ഈ സോനം വാങ്ങിച്ചു നിരാരം കിടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ആയിരുന്നെങ്കിലും ആലോചിച്ചു. പക്ഷെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാല് കോൺഗ്രസ് വന്നത് ഏതാണ്ട് പറ്റിയ ടൈമാണ്. കാര്യം അവര് ഹൈജാക്ക് ചെയ്യാൻ പറ്റിയില്ല. ഹൈജാക്ക് ചെയ്യാൻ പറ്റിയില്ല. അതെനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നു. കാര്യം ഹൈജാക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ സാധനം വേറൊരു അത് ആച്ചളപ്പുച്ചള വേറൊരു രീതിയിലായി. പക്ഷെ അവര് ഇതെടുക്കാത്തത് സംഭവിച്ച കാര്യമാണ്. വേറെ രീതിയിലായി. പക്ഷെ ഇവിടെ ഉള്ള കോമൺ ആൾക്കാർക്ക് അറിയാലോ. പക്ഷെ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കാമല്ലോ. സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് ഹൈജാക്ക് ചെയ്ത വേറെ ലീഗിലായി. പക്ഷെ ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ അതൊരു പരാജയം. അല്ല ഞാൻ പറയുന്നത് ഇവരിപ്പോ നമ്മുടെ ജോൺ ബ്രിട്ടാസ് അങ്ങനെ കുറച്ച് കൂടുതൽ ആദ്യം തൊട്ടേ അതെ ലെഫ്റ്റിലുള്ള കുറച്ച് പേരൊക്കെ നന്നായിട്ട് റഹീം വരെ നന്നായിട്ട് അവിടെ ഇവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ. അവരെ സ്റ്റേറ്റ്മെന്റ് ഈ പറഞ്ഞ രണ്ടുപേരെ സ്റ്റേറ്റ്മെന്റും പേഴ്സണലി എനിക്ക് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. ബ്രിട്ടാസിന്റെ ആയാലും കാര്യം ഇവിടെയും ഇതേ കണക്കുള്ള പല ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അപ്പൊ അത് ആസ് എ ഒരു കേരളത്തിലെ കേസ് ഇവിടെ ഇപ്പം സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ ചെന്ന അവിടെ MP അല്ലേടാ ആയിക്കോ. പക്ഷെ ഇവിടെ ഇങ്ങനെ അവര് ഭരിച്ച സമയത്തുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ PSC പ്ലാനിംഗ് ബോർഡിലേക്ക് ഇഷ്യൂസ് ഒക്കെ നടക്കുന്നത് ഏത് ഗവൺമെന്റ് ഭരിച്ചപ്പോഴാണെന്നുള്ളൊരു ഇത് വേണം. അപ്പൊ അതിനൊന്നും പുള്ളിക്ക് അവർക്ക് ഒരു സ്റ്റേറ്റ്മെന്റും ഇല്ല. അപ്പൊ അവരവിടെ ഭയങ്കര ബ്രിട്ടോസ് ഒക്കെ ആണെങ്കിൽ മറ്റേ ഈ പിന്നെ കുറച്ച് ഇടതുപക്ഷ പാർട്ടികളുടെ ഈ യുവജന സംഘടനകളൊക്കെ അവരൊക്കെ നന്നായിട്ട് ചെയ്തു. പക്ഷെ കോൺഗ്രസ് ആണ് ആ ഒരു സ്ഥാനത്ത് വന്നിരുന്നതെങ്കിൽ അത് വേറൊരു ലെവലിൽ പോകും. കാര്യം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രധാന പ്രതിപക്ഷ കക്ഷിയാണ്. ഇപ്പൊ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അത്ര ഒരു പ്രതിപക്ഷ ഭാവിയില് അടുത്ത മാറി വരാനോ അങ്ങനെ ഒരു യാതൊരു ചാൻസും ഇല്ലാത്ത ആൾക്കാരാ. പക്ഷെ പ്രകാശ് രാജ് കോൺഗ്രസിനൊക്കെ പണ്ടേ ഇതുള്ള ആളാണ്, അഭിപ്രായം ഉള്ള ആളാണ്. നല്ലൊരു ചുമ്മാ ഒരെണ്ണം അങ്ങനെയല്ല. പണ്ട് മുതലേ മാത്രമാണ് ഈ മീഡിയ സെലിബ്രിറ്റിയിൽ ഇത്രയും റൈറ്റ് വിങ്ങിനെതിരായിട്ട് നല്ല രീതിയിൽ കൽബുർഗീന മഴ കേസൊക്കെ ആ സമയത്ത് 2018-19 സമയത്ത് ആ സമയത്തൊക്കെ പ്രകാശ് രാജിന്റെ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര. അപ്പൊ നീ പറഞ്ഞു നേരത്തെ പറഞ്ഞ സാധനം കൂടെ അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റികളുടെ റൈറ്റ് ടു റിമെയിൻ സൈലൻസ് ഇല്ല. ഇപ്പൊ പുള്ളി ഇപ്പൊ ഇതേപോലെ കൃത്യമായിട്ട് പുള്ളിയുടേതായിട്ടുള്ള സാധനങ്ങൾ റിമൈൻ സൈലന്റ് ആയിരിക്കില്ല. കാര്യങ്ങളെല്ലാം പറയും. അത് ചിലപ്പോൾ പുള്ളിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയും. ചിലപ്പോൾ കേൾക്കുന്നവർക്ക് ശരിയായിരിക്കില്ല, തെറ്റായിരിക്കും. പക്ഷെ ഈ ഒരു സാധനം മറ്റവരെ ഒരു ഒരു ബാലൻസിങ് എന്നുള്ള രീതിയിൽ മിണ്ടാതിരിക്കും. പക്ഷെ അപ്പൊ ആ മിണ്ടാതിരിക്കുന്ന കുറ്റം കൂടെ കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത അവർ അത് കാണിക്കാതിരുന്നിട്ട് മറ്റേ എന്നെ കുറ്റം ക്രിട്ടിക്സ് അധികം വരാത്തോണ്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് വന്ന ഉടനെ ആ ഒരു റിയാക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല പുള്ളിക്കാരിയുടെ മറ്റേ മക്കളെയൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞുള്ള രീതിയിലായി. മൊത്തത്തില് വിക്ടിം ആയി. അത് സംഭവത്തിൽ നാടാ ഇത് അവരെന്ന് പറഞ്ഞാൽ പൊതുവിലെ ഒരു ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതാണ്. ഒരു സേഫ് ഇതായിരുന്നു അവരുടെ ഇതല്ലേ. അവര് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ഇത് വന്നപ്പോഴത്തേക്കും അവര് എന്തൊക്കെയോ കാണിച്ചു വെച്ച് കയ്യിൽ നിന്ന് കളഞ്ഞുപോയി. സിബി മലന്റെ മോനെയാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. പക്ഷെ അത് മൊത്തത്തിൽ ആൾക്കാരും
ആൾക്കാര് എല്ലാവരും കൂടെ അങ്ങ് അത് ശബരിമലയിൽ അർത്ഥത്തില് പുള്ളിക്കാരൻ എന്തൊക്കെ പറഞ്ഞാലും ഫാക്ട് കറക്റ്റ് ആയിരിക്കണം, വിമർശിക്കുമ്പോഴും അത് കറക്റ്റ് ആകണം. പുള്ളിക്കാരി സിബി മലയനെയല്ല ഉദ്ദേശിച്ചത്. സിബി മലയൻ ഫെയിൽഡ് ഡയറക്ടർ എന്ന് പറയണെങ്കിൽ പുള്ളിക്കാരി മലയാള സിനിമയെ കണ്ടിട്ടില്ല ഉറപ്പായിട്ടും. ഒരു ടോപ്പ് 5 എടുത്തു കഴിഞ്ഞാൽ ഒരു ഡയറക്ടറോ ടോപ്പ് 10 എടുത്തു കഴിഞ്ഞാൽ ഒരു ഡയറക്ടറായിട്ട് എന്നാ പിന്നെ പുള്ളിക്കാരി മറ്റേ ഭരതവും കണ്ടിട്ടില്ല, കമലതളം കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. അത് ഈ എയറിലായപ്പോഴും ആ ഒരു മൈലേജ് കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് അത് കയ്യിൽ നിന്ന് പോയി, എത്ര ഫോളോവേഴ്സ് പോയല്ലേ. അതെ അവർക്ക് വലിയൊരു ഇത്രയും പേര് കിടക്കണം. 100 പേരുള്ള ഒരു സ്ഥലത്ത് ഇവരെയൊക്കെ ഒരു എന്താ പറയുക, ഇനി അങ്ങോട്ടേ ഒരു വ്യത്യാസം വരും ഗ്രാഫിന്റെ ആ ഒരു അല്ല കാണുന്ന രീതി മാറുമല്ലോ ആൾക്കാർ. അതെ, ഒരുപാട് പേര് ഭയങ്കര ഒരു ഇതിൽ നിന്നവര് കുറെ പേര്. പിന്നെ വിജയ് പ്രതികരിച്ചില്ല, അതും ആൾക്കാർ പറയുന്നുണ്ട്. വിജയ് ഒരു ന്യൂട്രൽ പരിപാടിയായിരുന്നു. ന്യൂട്രൽ എല്ലാം ഒന്നും വിജയ് പ്രതികരിച്ചില്ല. അപ്പം ദുൽഖർ സൽമാനോ അവര് പ്രതികരിക്കും പോലെ അല്ലല്ലോ, CM ആയ ആളല്ലേ. പിന്നെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യണ ഒരു പാർട്ടിയും കൂടെയാണ്. പിന്നെ പുള്ളി പണ്ട് സൈക്കിളിലൊക്കെ പോയ ആളാണ്. സൈക്കിളില് ഈ GST അങ്ങനത്തെ ID റൈഡൊക്കെ വന്ന ആളാണ്. പിന്നെ തമിഴ്നാടിന്റെ മെയിൻ ആവശ്യം ഇതാണ്, നീറ്റ് വേണ്ട, സ്റ്റേറ്റ് വൈസ് തന്നെ അത് ഞാനും ആലോചിച്ചായിരുന്നു. പുള്ളി എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഒരു അനക്കം പോലും ഇല്ല. ജസ്റ്റ് ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല പുള്ളിനെ. അല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്രതികരിക്കാതിരുന്നെന്ന് വെച്ചാൽ പ്രതികരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ബാക്ക്ലാഷും കാര്യങ്ങളും പേടിച്ചിട്ടാണ്. പിന്നെ പ്രതികരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൊതുബോധത്തിൽ എല്ലാവർക്കും ഇമേജ്, പ്രതികരിച്ചില്ലെങ്കിൽ ഇമേജ് പോകണ ഒരു സിറ്റുവേഷൻ വന്നു. സോഷ്യലി റെസ്പോൺസിബിൾ എന്നൊരു സാധനം അടിച്ചു. ബോളിവുഡിലെ സെലിബ്രിറ്റികൾ കുറെ കഴിഞ്ഞിട്ടാണ് അവര് എല്ലാരും ഒത്തെണീറ്റാണ്. അതും ബാലൻസിങ്. ബോളിവുഡിന് നമ്മൾ പിന്നെ നമ്മള് മോളിവുഡ് ഇവൻ മോളിവുഡ് ആയപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത്ര അതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ മോളിവുഡിൽ ഒരുപാട് പേര് ഇതിന് നല്ല സപ്പോർട്ടായിട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഒരുപാട് കേരളത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ, പ്രതികരിച്ചാലൊന്നും അവർക്ക് പ്രശ്നമൊന്നും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കേരളത്തില് സീറ്റ് കിട്ടിയില്ലെങ്കിലും പ്രതികരിക്കുന്നില്ല. സീറ്റ് കിട്ടിയാലും പ്രശ്നമില്ല, സീറ്റ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല അവർക്ക്. അതാ സത്യം. കേരളമാണ് ഏറ്റവും സേഫ് പ്ലേസ് പ്രതികരിക്കാൻ ഈ സെലിബ്രിറ്റികൾക്ക്. ഇടിയൊക്കെ വരും, അതൊക്കെ കൊണ്ടായിരിക്കാം. ഇപ്പം പൃഥ്വിരാജ് എമ്പുരാന് ശേഷം നല്ല രീതിയിൽ ബാക്ക്ലാഷ് ഉണ്ട്. ശരിക്കും തന്നെ പഴയ ഒരു ടൈം സമയത്ത് പുള്ളി പറഞ്ഞ സംസാരവും ഇപ്പൊ പറഞ്ഞ സംസാരം തമ്മിൽ ആരെ അമ്പഴേക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. അയാളല്ലേ എമ്പുരാന് ശേഷം അല്ല, അയാള് മാറി, മൊത്തത്തിൽ മാറി. പുള്ളി ഇങ്ങനെ അല്ലായിരുന്നു. എന്റെ പൃഥ്വിരാജ് ഇങ്ങനെ അല്ല. ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ഭയങ്കര റിബല്യസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഭയങ്കര റിബല്യസ് ആയിരുന്നു. പിന്നീട് പുള്ളിക്ക് മനസ്സിലായി കാശ് 2011 ഇന്ത്യൻ റുപ്പിയുടെ സമയത്തൊക്കെ ഒരു പൃഥ്വിരാജ് ഉണ്ടായിരുന്നു. മറ്റേ ശ്രീകണ്ഠൻ ഒരു അല്ല, എനിക്ക് തോന്നിയ പുള്ളിയുടെ പിന്നെയുള്ള സിനിമ അങ്ങനത്തെ ഹിന്ദിയിൽ അഭിനയിക്കുന്നുണ്ട്, തെലുങ്കില്, അങ്ങനത്തെ ഇതിനൊക്കെ സേഫസ്റ്റ് ഈ റൂട്ടാണ്. സിനിമ ഈസ് എ ബിസിനസ്. അതാണ് അത് മനസ്സിലായി ഒതുങ്ങി. ഇതൊക്കെ അല്ലാതെ ചുമ്മാ ഇത് അവിടെ ചെന്ന് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഓക്കെ കുറെ ക്ലാപ്പടി കിട്ടുമായിരിക്കും, പക്ഷെ ചാൻസസ് കിട്ടൂല. പക്ഷെ ആ സമയത്ത് പുള്ളിന്റെ ഒരു സാധനം ഭയങ്കര അടിപൊളി ആയിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യിൽ പോയി. ഇപ്പൊ ഈ പ്രൊട്ടസ്റ്റ് വിജയിച്ചതിന് നമുക്ക് നല്ല സന്തോഷമുണ്ടല്ലേ, തുടക്കവും പിന്നെ പ്രതീക്ഷയും, പിന്നെ ഒരു അക്കൗണ്ടബിലിറ്റി എടുത്ത് ഗവൺമെന്റ് അക്കൗണ്ടബിലിറ്റി എടുത്ത് ഒരാൾ രാജിവെച്ച്. അത് രാജിവെച്ച് ഈ നീറ്റ് ഒരു വലിയൊരു ഇഷ്യൂ ആണ് എന്ന് ആൾക്കാര് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. അതൊരു ഡെമോക്രസിയിലെ ഒരു വിജയമാണ്. ഡെമോക്രസിയുടെ ഒരു വിജയമാണ് ഇപ്പൊ സംഭവിച്ചത്. പിന്നെ നമ്മള് തന്നെ നമ്മളെ പോഡ്കാസ്റ്റുകളിൽ തന്നെ ജെൻസീനെ എന്തോരം കുറ്റം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ലടാ, ഇത് നല്ലത് പറയണമല്ലോ. ഞാൻ ജീവിതത്തിൽ ഇന്നേ ജെൻസിക്ക് എഗെയിൻസ്റ്റ് ഇട്ടല്ലേ, അങ്ങനെയല്ല. ഞാൻ അങ്ങനെ കാണാറില്ല സത്യമായിട്ടും. അല്ല എന്ന് വെച്ചാ ഇപ്പം ജെൻസി ആണെന്നോ അല്ലെങ്കിൽ പ്രായം ജെൻസി ഇങ്ങനെ ചെയ്തതിലും നമുക്കും ഒരു പങ്കുണ്ട്. എന്നടാ ഒരു ട്രാൻസിഷൻ പറഞ്ഞതിനൊക്കെ പങ്കുണ്ടോ?
അവരിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ദാസ ഇങ്ങനെ ജൻസീനെ മാത്രം എനിക്ക് അങ്ങനെ തോന്നി. കാര്യം വെച്ചാൽ ഇത്രയും ഒരു കമ്മ്യൂണായിട്ട് നിക്കുക എന്ന് പറയുന്നില്ലേ, അത് അവരുടെ ഇതില് പറ്റിയൊരു വലിയൊരു സംഭവം. ചിലപ്പോ നമുക്കിടയിൽ അങ്ങനെ അടുത്തൊരു നീറ്റ് വരട്ടെ. അല്ലടാ, ഇതിനു മുമ്പ് നിർഭയര ഇതിലും ഇതേപോലത്തെ ഒരു ഇതില് നമ്മള് മില്ലിയനിയൻസ് ആയിരുന്നു. അത് അന്ന് നമ്മള് കൊച്ചു പിള്ളേരായിരുന്നു. നമ്മള് കോളേജിൽ പഠിക്കുന്ന ഒരു ടൈം ആയിരുന്നു. 2012 നിർഭയ മറ്റേ ലോക്പാൽ ഇഷ്യൂ ഒക്കെ വന്നിട്ട് ഒരു ശരിക്കും ഒരു ട്രാൻസിഷൻ പീരീഡിൽ കൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മള് വളർന്നു വന്ന ഇത് ചുറ്റുപാടൊക്കെ വേറെ ഈ പേളിമാണി പറഞ്ഞ സാധനങ്ങളൊക്കെ അടി കണ്ട ഓടി തള്ളിക്കൊള്ളണമെന്നാണ് പറയണത്. ഞങ്ങളാരും പ്രത്യക്ഷത്തിൽ അടിയിലൊന്നും പങ്കെടുത്തില്ല. ഞങ്ങളെല്ലാം അണ്ടർഗ്രൗണ്ട് കണ്ടപ്പോഴാണ്ട് നമ്മള് ഗൊറില്ല വാർ പിന്നെ അടിയിട്ടുള്ള സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പോയി തള്ളി. 2011 ഒരു ലാത്തി വിഷയിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൂ 11 വേൾഡ് കപ്പില്. അപ്പൊ ഗൈസ്, ഇതൊരു ജെൻസിയുടെ മാത്രം വിജയമായിട്ട് കാണാൻ നമ്മളെ വിജയമാണ്. പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെമോക്രസി വീണ്ടും ഒരു പുത്തൻ ഉണർവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു പ്രതീക്ഷയാണ്. കൂടുതൽ ഇനിയുള്ള ഇവന്റ്സിൽ ഇതുപോലെ ഒരു ഇത് നല്ലൊരു പ്രതീക്ഷയാണ് എനിക്ക് ഇതില്. ഐ അപ്രീഷിയേറ്റ് ദ ഗവൺമെന്റ്. ഈ ഒരു അവര് സ്റ്റെപ്പ് നല്ല സ്റ്റെപ്പാണ്. അധികം മുന്നോട്ട് അവര് ചൈനീസ് ഏജന്റ് എന്നൊക്കെ പറഞ്ഞു കൂടെ ഇരുന്ന് സംസാരിക്കേണ്ടി വരുമെന്ന്. അത് എനിക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇവര് കുറച്ച് ഇവരുടെ ഇതുണ്ടല്ലോ, ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അതിലുള്ളവർക്കാണ് പിന്നെ മെനക്കേടായി പോയത്. ബാക്കി എല്ലാരും ബായ് ബായ്. അതല്ലടാ, ഇവരെ ആൾക്കാർ അവിടെ കുട്ടികളൊന്നും അല്ല കിടന്ന് ബേളം വെക്കണം, കുറെ വേറെ ആൾക്കാരൊക്കെയാണ് അവിടെ, ഒരു പരിപാടി ഇല്ല എന്നൊക്കെ പറഞ്ഞു തന്നാലും അടുത്ത ദിവസം രാജിവെച്ച്. ഇനി എന്ത് ചെയ്യും? അല്ല, ഗവൺമെന്റ് അവര് ആ നെഗോഷിയേഷൻ ഭയങ്കര സ്റ്റഡി ഉണ്ട്, നല്ലതായിരുന്നു. അവര് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്തു. അവര് മൊത്തത്തില് ഒരു വാർത്ത കൊടുത്തും ഇത് രാജിവെച്ചെന്നൊക്കെ പറഞ്ഞതും ജയിച്ച ആ ഒരു സമരം നിർത്തിയത് തന്നെ മറ്റേ ഒരു വന്ദേ മാതരം ആ ഒരു കൂടെ കാണിച്ചു. നിർഭയ ലോക്പാലിന്റെ കേസസ് വന്ന സമയത്ത് അന്നാ ഹസാര ആം ആദ്മി പാർട്ടി എല്ലാം ഒരുമിച്ചല്ലേ ചെയ്യുന്നത്. അതിന്റെ സ്ട്രൈക്ക് നിർത്തി പോകുമ്പോഴേക്കും ഇവർ രണ്ടും വീണ്ടും പിരിയാണ്. ഇവർ യുണൈറ്റഡ് ആയിട്ടല്ല ഇറങ്ങുന്നത്. അന്നാ ഹസാരയ്ക്ക് ഒരു അഭിപ്രായം വരും, ആം ആദ്മിക്ക് ഒരു അഭിപ്രായം വരും. വന്നത് ഫോർ എ കോമൺ കോസ്, പക്ഷെ ഇറങ്ങുന്നത് രണ്ടായിട്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വളരെ വന്ന് ഈ പറഞ്ഞ പ്രോപ്പർ നെഗോസിയേഷൻ വളരെ സക്സസ് മൂവ്മെന്റ് ആണ്. ഇത് ആന്റി നാഷണൽ എന്നോ ചൈനീസ് ഏജന്റ് എന്നോ പറഞ്ഞ് പ്രതിരോധിക്കാൻ പറ്റൂലെന്നും ഇഡി കാണിച്ച് പ്രതിരോധിക്കാൻ പറ്റൂലെന്നും അങ്ങനെയൊക്കെ ഉള്ള ഒരു സന്ദേശമാണ്. ഇങ്ങനത്തെ ഒരു ക്രൗഡിനെ ശരിക്കും ഫേസ് ചെയ്തിട്ടില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമിനെ മാത്രം ഒന്നും ഇവര് മറ്റേ അടിയുണ്ടാക്കി ഇടിയുണ്ടാക്കി ഇവര് എൻജോയ് ചെയ്യണം. അതാണ് ഇവരുടെ പ്രശ്നം. ഇവർ എന്ത് ഹിന്ദു പ്രശ്നങ്ങളല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങള്. അതിന് അത് സെക്യുലാരിറ്റി ആണ്, ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. അല്ല, എനിക്ക് ശരിക്കും എനിക്ക് രംഗദേവസിനെയൊക്കെ ഒരുപാട് പിന്നെ ഇതില് എത്രയോ പേർക്ക് ഫോളോവേഴ്സ് കൂടി ഇതൊരു സോഷ്യൽ മീഡിയ ഇവന്റ് പോലെ. ആദ്യം ഇവര് ഡിവൈഡ് ആൻഡ് റൂൾ നോക്കി, പക്ഷെ ഇത് നോക്കിയപ്പോ എല്ലാരും വന്നിട്ട് മറ്റേ നമ്മളും പോയ ഫോളോവേഴ്സ് ആ ഒരു സംഭവം കൂടെ ഇത് വന്ന് ആൾക്കാർക്ക് പോകുമ്പോ ഒരു റീൽ എടുത്താൽ എൻജോയ്മെന്റ്. പിന്നെ ക്യാമറ, ഇതില് സോഷ്യൽ മീഡിയയും ക്യാമറയും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ശുദ്രജീവി പാറ്റ കണ്ണാടിയും വെച്ച് അതാണ് എനിക്ക് അത് ഭയങ്കര പാറ്റയെ കാണുമ്പോഴേ നമുക്ക് നീ കൊള്ളാലോ, ഇത്രയും ലുക്ക് ഉണ്ടായിരുന്നു ആ ലെവലിലോട്ടൊക്കെ. അപ്പൊ ഗൈസ്, ഈ മൂവ്മെന്റ് വിജയിച്ച് നമുക്ക് എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മൾ സംസാരിച്ചതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് വിയോജിപ്പുണ്ടോ? അതൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു മൊമെന്റ് ഒക്കെ കണ്ടപ്പോ എന്താണ് തോന്നിയത്? ഇത് ഇത്രയും വലിയ സംഭവം നമ്മളൊരു ഹിസ്റ്ററിന്റെ പാർട്ടായിട്ട് മാറി ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ്. അപ്പൊ എന്താണ് തോന്നിയത് നിങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കുക. അപ്പൊ എന്തായാലും ഒരു പുതിയ പോഡ്കാസ്റ്റുമായിട്ട് കാണുന്നവരേക്കും ബൈ.